വടകരയിൽ പോരാട്ടം കനക്കുകയാണ്. നമുക്കറിയാം, ഇടത് സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിൽ പ്രവചനാതീതമായ പോരാട്ടമാണ് വടകരയിൽ നടക്കുന്നത്. ഇതുവരെയുള്ള സർവേ റിപ്പോർട്ടുകൾ പ്രകാരം ശൈലജ ടീച്ചർ അല്പം മുന്നിലാണ് എന്നുള്ളത് തന്നെയാണ് ഏതാണ്ട് എല്ലാ സർവേകളും പ്രവചിക്കുന്നത്. ചില സർവേകൾ ശൈലജ ടീച്ചറിന് 5% വരെ അധികമായ നേട്ടവും പറയുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം എന്തുമാകട്ടെ, പക്ഷേ ഇപ്പോൾ വടകരയിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഉള്ള ചർച്ച സൈബർ ആക്രമണങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് കെ ശൈലജ ടീച്ചർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നത്. പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ആദ്യഘട്ടത്തിൽ ഈ പലതരത്തിലുള്ളതിൽ ഒന്ന്, ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ശൈലജ ടീച്ചറിനെതിരെ ഒരു വ്യാജ കുറിപ്പ് ഇറക്കി എന്ന പേരിൽ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇറങ്ങി എന്നുള്ളതാണ്, അവരുടെ ലെറ്റർ ഹെഡിൽ ഇറങ്ങി എന്നുള്ളതാണ്. പക്ഷേ അതിനെതിരെ കാന്തപുരം വിഭാഗം തന്നെ പരാതി കൊടുത്തു. മറ്റൊന്ന് വന്നത്, ശൈലജ ടീച്ചർ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് റിപ്പോർട്ടർ TVയിൽ അഭിമുഖം നൽകി എന്നുള്ളതാണ്. ഇത് റിപ്പോർട്ടർ TV തന്നെ പിന്നീട് വിശദീകരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയല്ല ശൈലജ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് എന്ന് ശൈലജ ടീച്ചറും പിന്നീട് വിശദീകരിച്ചു. എന്തായാലും ന്യൂ മാഹി പോലീസാണ് ഈ സംഭവത്തിൽ കേസെടുത്തത്. അത് അവിടെ ലീഗിൻ്റെ ഒരു പ്രവർത്തകനായ അസ്ലമിനെതിരെ കൃത്യമായി കേസെടുക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ നടന്ന സൈബർ ആക്രമണമാണ് ഏറ്റവും അപകടകരവും നീചവുമായി തോന്നിയത് എന്ന് തന്നെ പറയേണ്ടി വരും. ശൈലജ ടീച്ചറുടെ ഒരുമാതിരി ലൈംഗികമായി ഇത്ര പ്രായമുള്ള ഒരു വ്യക്തിയെ അവരുടെ മോർഫിംഗ് ചിത്രം ഒക്കെ ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ച, അത് കാണണം, എനിക്ക് അയച്ചു തരൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ വൈകൃതമായ ലൈംഗിക മനസ്സുള്ളവരും ജനാധിപത്യത്തെക്കുറിച്ച് ഒരു ബോധമില്ലാത്ത ഒരു വിഭാഗം നടത്തുന്ന ചർച്ച എന്നുള്ള നിലയിലാണ് അതിനെ കാണേണ്ടത്. എന്തായാലും ക്രൂരമാണ് സംഭവം എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഈ സംഭവത്തിലും ശൈലജ ടീച്ചർ പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം തന്നെ പോലീസിനുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവം എന്നുള്ളതാണ് ശൈലജ ടീച്ചറിൻ്റെ ആരോപണം. എന്തായാലും ഇതിൽ നേതൃത്വത്തിലുള്ള ആർക്കെങ്കിലും ഇതിൽ അറിവുണ്ടെങ്കിൽ അവർ ഇത് അവസാനിപ്പിക്കാൻ പറയണമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നത് കണ്ടു. എന്തായാലും തെരഞ്ഞെടുപ്പുകളിൽ ഇതൊരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. തൊട്ടു മുമ്പ് കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പാണ്. അന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനെതിരെ നടന്ന അക്രമങ്ങളായിരുന്നു അന്നത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന്. പ്രത്യേകിച്ച് അച്ചൂമ്മൻ ഒപ്പം തന്നെ മറിയ ഉമ്മൻ, ഇവരുടെയൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അക്രമം. ഈ അച്ചൂമ്മൻ്റെ വസ്ത്രം, ധരിക്കുന്ന വസ്ത്രം, അതിൻ്റെ വില എന്നൊക്കെ പറഞ്ഞിട്ട് 100,000 പരാമർശങ്ങൾ നടത്തുന്നു. അവിടെ സെക്രട്ടേറിയറ്റിലെ ഇടത് ജീവനക്കാരനെതിരെ പോലും കേസെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. അതായത് ഈ സൈബർ ആക്രമണങ്ങളിൽ ആരും പിന്നിലല്ല. സൈബർ പോരാളികളിൽ എല്ലാ പക്ഷത്തും ആളുകളുണ്ട് എന്നുള്ളതാണ് കാലങ്ങളായി നമുക്കറിയാവുന്ന അനുഭവം. അതാണ്, അതിൽ ആരും ശുദ്ധരല്ല. CPMോ കോൺഗ്രസോ BJPയോ ലീഗോ ഒന്നും ശുദ്ധരല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും നീചമായ കാഴ്ചയാണ് ഇപ്പോൾ വടകരയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ ഇത്തരം അക്രമങ്ങൾ ആർക്കെതിരെയാണോ നടത്തപ്പെടുന്നത് അവർ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായി ഒരു വിധിയുണ്ടാകും. കാരണം പൊതുജനത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമാണ് സൈബർ ആക്രമണങ്ങൾ എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ച് ഈ ലൈംഗികമായൊക്കെ ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീക്കെതിരെ ഒരു അക്രമം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രൂരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സ്വാഭാവികമായും അവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടതുണ്ട് എന്നതും വസ്തുതയാണ്. എന്തായാലും ഇതിൽ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് UDF സ്ഥാനാർത്ഥിക്കെതിരെയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊന്ന് ചെയ്യും എന്ന് നമുക്ക് കരുതാൻ വയ്യ. ഒരിടത്തും ഒരു സ്ഥാനാർത്ഥിയും ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്യും എന്ന് നമുക്ക് കരുതാൻ വയ്യ. അല്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പരാമർശങ്ങളും ചർച്ചകളും വിവാദങ്ങളും വൈകൃതമായ ലൈംഗികതയൊക്കെ വാരി ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗം എല്ലാ കാലത്തും ഉണ്ട്, അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. അപ്പോൾ അവർ നടത്തുന്ന ഒരു നീക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഇതിനെ തോന്നുന്നത്. അതല്ല, അതിനപ്പുറം ഷാഫി പറമ്പിലിനോ അല്ലെങ്കിൽ ഏത് തെരഞ്ഞെടുപ്പിൽ ഏത് സ്ഥലത്തുള്ള സ്ഥാനാർത്ഥികൾക്കാണെങ്കിലും പങ്കുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷിച്ച് കണ്ടെത്തേണ്ട വിഷയം തന്നെയാണ്. ഇതിലേറ്റവും സംശയകരമായി തോന്നുന്നത്, ഇപ്പോൾ ഈ ന്യൂ മാഹി പോലീസ് എടുത്ത കേസ്, അത് റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട കാര്യത്തിലെടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനു മുൻപ് നടന്ന സൈബർ ആക്രമണത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഇപ്പോഴത്തെ മാത്രം എടുത്ത് പറഞ്ഞാൽ മതി, അതാണ് ഏറ്റവും ക്രൂരമായ സൈബർ ആക്രമണം. അതിൽ
പോലീസിന് പരാതി നൽകി FIR ഇടുകയൊക്കെ ചെയ്യും. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസിന് ഇത്തരം വലിയ ഗ്രൂപ്പുകളെ പിടിക്കാൻ കഴിയാത്തത് എന്നത് തീർച്ചയായും അവിടെ നിൽക്കുകയാണ്. പോലീസ് തീർച്ചയായും വളരെ വേഗത്തിൽ നടപടിയെടുക്കേണ്ട ഒരു കേസ് കൂടിയാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് ഈ പോലീസിലൊക്കെ പൊതുവെ നിയന്ത്രണം ഭരണകക്ഷിക്ക് ഉണ്ടാകാറുണ്ട് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതിലൊന്നും വലിയ കൗതുകങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നടപടികൾ ഉണ്ടാകുന്നില്ല? ഈ കുറ്റം ചെയ്ത ആളുകളെ എല്ലാവരെയും കൃത്യമായി നിയമപരമായി ശിക്ഷിക്കേണ്ട ബാധ്യത പോലീസിനെ സംബന്ധിച്ചുണ്ട്. മുഖം മൂടി അണിഞ്ഞും ഫേക്ക് ID അണിഞ്ഞുമൊക്കെയാണ് പലരും പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ ഫേക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ, അതായത് ആ മതത്തിൽപ്പെട്ട ആളാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മറ്റു മതസ്ഥർ അവരുടെ പേരൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും ഫേസ്ബുക്കിൽ പലതും ചെയ്യുന്നത്. അങ്ങനെ വ്യാജ ID വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇടമായി ഫേസ്ബുക്കൊക്കെ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും അതെല്ലാം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനിടെയാണ് ഈ ഒരു എന്താ പറയുക, ഈ സംഭവത്തിൽ പോലീസ് കാര്യക്ഷമമാകേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. പോലീസ് എന്തുകൊണ്ടാണ് ഇവരെ പിടികൂടാൻ ഇനിയും കഴിയാത്തത്? കാരണം സൈബർ പോലീസ് ശക്തമായ വിങ്ങുണ്ട് നമുക്ക്. ഈ മറ്റ് രാജ്യങ്ങളിൽ, ഇപ്പോൾ ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമൊന്നുമില്ലാത്ത രാജ്യങ്ങളിൽ വെച്ച് നടത്തുന്ന ചില സൈറ്റുകളോ അല്ലെങ്കിൽ അവിടെ വരുന്ന വാർത്തകളോ ഒക്കെ എതിരെ നടപടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇതൊക്കെ ഇവിടെയോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ അങ്ങനെ പലയിടത്തും ഇരുന്നുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരം കമൻറ്റുകളൊക്കെ അടിക്കുന്നത്. പക്ഷേ അതിൽ എന്തുകൊണ്ടാണ് പോലീസ് നടപടിയെടുക്കാത്തത്? ശൈലജ ടീച്ചറിനെ പോലെ ഏറ്റവും പ്രമുഖയായ ഒരു മുൻ മന്ത്രിക്കെതിരെ ഒരു വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രയോ വേഗത്തിൽ പോലീസിന് ഇതിൽ നടപടിയെടുക്കാം ആയിരുന്നു. പക്ഷെ അവിടെ ആ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതിൽ വലിയ സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് DYFI പ്രവർത്തകർ കൂട്ടമായി നിന്ന് ഷാഫി പറമ്പിലിനെ മുദ്രാവാക്യം വിളിക്കുന്നു, ചെമ്പട ഇത് ചെമ്പട എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്ന സംഭവം. അതിന് സമാനമാണ് ഈ സംഭവം എന്ന് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത് UDF പ്രവർത്തകരാണെങ്കിൽ, ആ ആരോപണം ശരിയാണെങ്കിൽ അത് പോലീസാണ് കണ്ടെത്തുകയും തെളിയിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലിനെ അവിടുത്തെ UDF പ്രവർത്തകർ ആഞ്ഞു നിർത്തി തോൽപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ വടകരയുടെ രാഷ്ട്രീയത്തിൽ ഒന്നുകൂടി ഈ അവസാന നിമിഷം മനസ്സിലാക്കേണ്ടത്, വടകരയിൽ ഒരു ആൾക്കൂട്ടമല്ല വോട്ടാകുന്നത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം അവിടെ UDFനും LDFനും ഒക്കെ വമ്പൻ ആൾക്കൂട്ടങ്ങളുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ UDFന് ഏറ്റവും കൂടുതൽ ആളെ കൂട്ടാൻ കഴിയുന്നൊരു മണ്ഡലമായി വടകര മാറിയിട്ടുണ്ട്. അത് കാലങ്ങളായി അങ്ങനെ തന്നെയാണ്. ഷാഫി എന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വലിയ ജനപിന്തുണയുമുണ്ട്. ഇപ്പുറത്ത് CPMനെ സംബന്ധിച്ച് അവർക്ക് അതൊരു പുത്തരിയേ അല്ല, ആൾ വരിക എന്നുള്ളതൊരു പുത്തരിയുമല്ല. അങ്ങനെ നിൽക്കുന്നതിനിടെയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ, വിവാദ സംഭവങ്ങളിലൂടെ അക്രമങ്ങൾ, സൈബർ അക്രമങ്ങൾ ഉണ്ടാകുന്നത്. അത് തീർച്ചയായും ജനമനസ്സുകളെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണ് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും അതൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ബാധിക്കുക എന്നുള്ളത് വൈകാതെ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നത് പോലീസിൻ്റെ നടപടിയാണ്. പോലീസ് ഈ ഫേക്ക് IDകളെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ആരാണ്, ഏത് മുഖമാണ് ഇവരുടേത് എന്ന് കാണേണ്ടി വരുന്നുണ്ട്. ലീഗിനെതിരെയൊക്കെയാണ് വിമർശനം ഉയരുന്നത്. കാരണം അവിടെയുള്ള ലീഗ് ഈ ഷാഫിക്ക് വേണ്ടി കാര്യമായി ഇറങ്ങുന്നതും കൂടുതലും ലീഗ് പ്രവർത്തകരാണ് എന്നുള്ളതാണ് വസ്തുത. തൊട്ടിപ്പുറത്ത് ലീഗിന് അത്രത്തോളം ശക്തിയുള്ള കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സ്ഥലങ്ങളിൽ. അപ്പോൾ തൊട്ടിപ്പുറത്ത് അതിപ്പോൾ ലീഗ് തന്നെയാണോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണുകയാണ്. നമുക്ക് ഏകപക്ഷീയമായി ഫേക്ക് IDകളിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇടതുപക്ഷം പ്രചരിപ്പിച്ചിരുന്നത് ഇപ്പോൾ UDFനെതിരെ അക്രമം നടത്തുന്നത് UDF തന്നെയാണ്. കാരണം ഫേക്ക് ID ഉണ്ടാക്കി അവരങ്ങനെ ചെയ്യുകയാണ് എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. സർക്കാർ ജോലിയിലുള്ളവർ തന്നെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ അതിൽ പ്രതിക്കൂട്ടിലാകുന്ന കാഴ്ചയുണ്ട്. എന്നാലും വടകരയിൽ എന്ത് എന്ന് പോലീസ് വളരെ വേഗത്തിൽ കണ്ടെത്തി പറയേണ്ടതുണ്ട്. സൈബർ ആക്രമണങ്ങൾ ദയവ് ചെയ്ത് ഇമാതിരി തറ പരിപാടികളെല്ലാവരും അവസാനിപ്പിക്കുക.